ഡോക്ടറെ, ഞാൻ എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. അതായത് എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും ഞാൻ നല്ല രീതിയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ എല്ലാ രീതിയിലുള്ള എൻ്റെ ഓരോ സ്കില്ലും ഞാൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. എന്തില് എല്ലാ കാര്യത്തിലും ഞാനൊരു കിങ് മേക്കർ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ വൈഫിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒരു സീറോ ആണ്. എനിക്കറിയില്ല, എനിക്ക് എൻ്റെ വൈഫിനെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥയിലാണ്. ഇനി ഇത് ഡിവോഴ്സ് ചെയ്യണോ എന്ന് വരെ ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ കാരണം എന്തിനാ അവളെ വെറുതെ വേദനിപ്പിക്കുന്നത്? അത്ര നല്ലൊരു സെക്ഷൽ ലൈഫ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയോ ആളുകളുണ്ട്. എങ്കിലും ഞാൻ എന്തിനാ അവളെ ഇങ്ങനെ കെട്ടിയിടുന്നതെന്ന് പോലും എനിക്ക് തോന്നാറുണ്ട് എന്ന അവസ്ഥയിൽ ഒരു പേഷ്യൻ്റ് ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടോടു കൂടിയാണ് ആൾ പറയുന്നത്. അതായത് വൈഫുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ്, എല്ലാം കൊണ്ടും അവർ ഓക്കെയാണ്, എല്ലാ കാര്യത്തിലും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനും ആ ഒരു അതീവ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഡിക്ഷണറിയിലുള്ള കാര്യമേ അല്ല എന്നുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സമയമില്ല ഡോക്ടറെ. അപ്പോൾ ഞാൻ ചോദിച്ചു, സമയമില്ല എന്നുള്ളത് പലർക്കും പല രീതിയിലാണ്. ഇപ്പോൾ ചിലർക്ക് എന്താ പറയുക, അവർക്ക് എന്താണ് പെട്ടെന്ന് പോവാണ് എന്നുള്ള പ്രശ്നമേ ഉണ്ടാവുള്ളൂ. വൈഫ് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. പക്ഷേ എന്നാലും കുറച്ചും കൂടെ ടൈം ഒരു രസമല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു പേഷ്യൻ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തീരെ ടൈമില്ല. ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ഞങ്ങൾ ഫോർപ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും, അത്രയും എക്സ്ട്രീം എക്സൈറ്റ്മെൻറ്റിൽ എത്തുന്ന സമയത്ത് എൻ്റർ ചെയ്യാൻ നിൽക്കുന്ന സമയത്തായിരിക്കും പോയിട്ടുണ്ടാവുക ഡോക്ടറെ. അപ്പോൾ ഉണ്ട് എൻ്റെ വൈഫിനൊരു കലിയളകൽ. അവൾ എന്നാലും മാക്സിമം അതിനെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കും. പക്ഷേ ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ അടുപ്പിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഞങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള വഴക്കുകളും പല രീതിയിൽ അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ എന്താണ് വഴക്കുകൾ ഉണ്ടാക്കാനുള്ള സ്കോപ്പുകൾ കൂടും. അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. എനിക്ക് വൈഫിന് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ള ആളാണ്. പക്ഷേ ഇതിൽ എങ്ങനെയാണ് എനിക്ക് അവളെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് മെഡിസിൻസ് എടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ കാണുന്ന എല്ലാ മെഡിസിൻസും ഏകദേശം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ചില മെഡിസിൻസ് നല്ല ഗുണം തോന്നിയിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള തലവേദനയും അതേപോലെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അവസാനം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന എന്തെങ്കിലും എന്ന് പറയുന്ന രീതിയിലുള്ള ഗുളികകൾ കഴിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. എന്നാലും മാറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് ഏകദേശം ഒരു 3-4 സെഷൻസിൽ തന്നെ ആൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ കൂടെ കൗൺസിലിങ്ങും പ്ലസ് മെഡിസിനും കൂടെ കൊടുത്തപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വളരെയേറെ സാറ്റിസ്ഫൈഡും ഇന്നേ വരെ ഇത്രയും നല്ലൊരു രീതിയിൽ എനിക്ക് എൻ്റെ വൈഫിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രീമച്യൂർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നൊരു രോഗം ഉണ്ടാകുന്നത്? അതുണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എപ്പോഴും അതിന് മെഡിസിൻ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ അതിനെ മറികടന്ന് നല്ല രീതിയിലുള്ളൊരു സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പം ഈ പ്രീമച്യൂർ ഇജാക്കുലേഷൻ ഇത് പറഞ്ഞിട്ടാണ് വിളിക്കുക കേട്ടോ. ഡോക്ടർ, എനിക്ക് പ്രീമച്യൂർ ഇജാക്കുലേഷൻ ആണ്, അല്ലെങ്കിൽ സമയക്കുറവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ സമയം എന്ന് പറയുന്നത്? ആരാ ഡിഫൈൻ ചെയ്യുന്നത്? ചില ആളുകൾ വന്ന് ചോദിക്കും, ശരിക്കും ഒരാൾക്ക് ശരാശരി എത്ര ടൈം വേണം, ഒരു ആവറേജ് ടൈമെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും ഇപ്പോൾ കാണാൻ ഡിഫറെൻ്റ് ആണ് എന്ന പോലെ തന്നെ അവരുടെ സമയം എന്ന് പറയുന്നത് ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും 2 പേർക്കും ഒരേ ടൈമിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊള്ളണം എന്ന് ഒരു നിർബന്ധമല്ല. അപ്പം നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾക്ക് ആ ഒരു സംതൃപ്തി സെക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനസികമായിട്ട് ശാരീരികമായിട്ട് കിട്ടുന്നുണ്ടോ, അതാണ് നിങ്ങളുടെ ടൈം. ഇത് കഴിഞ്ഞിട്ട്, അതായത് നിങ്ങൾ സെക്സ് ചെയ്ത് കഴിഞ്ഞ് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശാരീരികമായിട്ട് ആ ഒരു സുഖം കിട്ടുന്നില്ല, ഒന്നും കൂടെ ടൈം കിട്ടിയിരുന്നെങ്കിലേ എനിക്കത് കിട്ടുള്ളൂ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രീമച്യൂർ ഇജാക്കുലേഷൻ ഉണ്ടെന്ന് പറയാം. ചില ആളുകൾ വരാറുണ്ട്, എനിക്ക് ഓക്കെയാണ്, എനിക്ക് സമയം കിട്ടുന്നുണ്ട്, പക്ഷേ എൻ്റെ വൈഫിന് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഒന്നും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയിരുന്നു, ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ അത് എന്താ ചെയ്യുക? അതിന് വേണ്ടിയിട്ടാണ് മെഡിസിൻ എടുക്കുന്നതെന്ന് പറഞ്ഞ് വരാറുണ്ട്. പക്ഷേ അങ്ങനത്തെ കേസുകളിൽ ആക്ച്വലി ഞാൻ മെഡിസിൻ കൊടുക്കാറില്ല. കാരണം അതിൽ മെഡിസിൻ അല്ല അവിടെ ആവശ്യം. അവർ ഫോർപ്ലേ ഒന്നും കൂടെ കൂട്ടി വൈഫിനെ ഒന്നും കൂടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ
ഇത് ഓട്ടോമാറ്റിക്കലി അവർക്ക് സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കുകയാണ്. അപ്പം ഈ ഒരു സമയക്കുറവ് എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്, അതായത് നിങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി ആ ഒരു തൃപ്തി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ പിന്നെ ഡെഫിനേഷൻസിൽ പറയാറുണ്ട്, അതായത് 1 മിനിറ്റിൽ താഴെയാണ് എന്നുണ്ടെങ്കിലും അതിനെ പ്രിമച്വർ ഇജാക്കുലേഷൻ ആയിട്ട് വിളിക്കാം എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാന വില്ലെന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ്. നമ്മളെ മൈൻഡിലാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നവും കിടക്കുന്നത്. അപ്പോൾ ബേസിക്കലി വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് സെക്സ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യമായിട്ട് ബന്ധപ്പെടുകയാണ്, അതിൻ്റെ മുന്നേ എന്തൊക്കെയോ പോൺസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, സ്വയംഭോഗം ചെയ്തിട്ടുണ്ട്, പലരും ചെയ്തതിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകദേശം എന്തൊക്കെയോ ഊഹാപോഹങ്ങളുണ്ട്, ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണ്. അപ്പം പല രീതിയിലുള്ള ആങ്സൈറ്റി ഉള്ളിൽ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ടാവും. പഠിച്ചോനെ ഇതെങ്ങനെയാണ് ഇപ്പം ഇനി അവസാനിക്കുക, എനിക്ക് ടൈം കിട്ടില്ലേ, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ആദ്യോടുകൂടിയാണ് നിങ്ങൾ സെക്സിലേക്ക് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ശുക്ലം പെട്ടെന്ന് തന്നെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ അതിന് പെർഫോമൻസ് ആങ്സൈറ്റി എന്നാണ് പറയുക. അതായത് ചില ആളുകൾക്ക് അത് കാരണം ഉദ്ധാരണം വരെ നഷ്ടപ്പെടാറുണ്ട്. ചിലർക്ക് നിങ്ങൾ ഉദ്ധരിച്ച് നിങ്ങൾ ബന്ധപ്പെടുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അതേപോലെ മറ്റൊരു കേസാണ്, ഒരുപാട് കാലത്തിന് ശേഷമാണ്. ഇപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ വേറെ വേറെ താമസിക്കുന്ന അവർ ചിലപ്പം ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അത്യാവശ്യം ഒരു ഗ്യാപ്പ് അവർ ലാസ്റ്റ് സെക്സ് ചെയ്തതിന് ബന്ധപ്പെട്ടതിൻ്റെ എന്നല്ല ഒരു അത്യാവശ്യം ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് അവർ ബന്ധപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആ ഒരു ബോഡി നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും. അതായത് നിങ്ങൾ എത്ര ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓവറായി കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പം പെട്ടെന്ന് പോയതിനാൽ അയ്യോ എനിക്ക് പെട്ടെന്ന് പോകുന്ന പ്രശ്നം തുടങ്ങിയോ, പ്രിമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു രോഗമായിട്ട് എനിക്ക് പിടിപെട്ടുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ അവിടെ അങ്ങ് കയറ്റി വെക്കും. ഇത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന ഓരോ ബന്ധപ്പെടലുകളും അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് നിങ്ങളെ മനസ്സിലും നെഞ്ചിലും ഇങ്ങനെ കിടന്ന് ഇടിക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ പെട്ടെന്ന് പോവോ, ഇന്നിപ്പോൾ എനിക്ക് അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ലേ, ഇന്നിപ്പോൾ ഇനി ആ ഒരു നിരാശപ്പെട്ട മുഖം കാണേണ്ടി വരുമോ എന്നുള്ള ഈ ഒരു അതിയായ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു അതിയായ ഒരു തോട്ട് തന്നെ ഇതിലേക്ക് വീണ്ടും നിങ്ങളെ ബോഡീനെ എത്തിക്കും. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പുരുഷൻ്റെ ശരീരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുരുഷൻ്റെ ശരീരത്തിൽ എല്ലാ മസിലും ഫ്ലെക്സ്ഡ്, അതായത് എല്ലാ മസിലും ഇങ്ങനെ കൂടി പിടിക്കുക എന്ന് പറയാം. നമ്മൾ എന്താ പറയുക കൺട്രാക്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ രതിമൂർച്ചയിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ എല്ലാ മസിലും ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പഠനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 to 65% ആളുകളും സെമി ഫ്ലെക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സെമി ഈ ഒരു കോൺട്രാക്റ്റഡ് ഫേസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ സെക്ഷലി അതിനെ ചിന്തിക്കുന്നില്ലെങ്കിലും മാനസികമായിട്ടുള്ള അവരെ സ്ട്രെസ്സ് കാരണം, ചിലപ്പോൾ ജോലിയിലാവാം, ഫാമിലിയിലാവാം, ഏത് രീതിയിലും ആവാം. അപ്പോൾ ബോഡി ഓൾറെഡി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടാണ്. അത് നിങ്ങൾക്ക് ഈ പറയുന്ന സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് ആവണം എന്നില്ല, ചിലപ്പോൾ ദേഷ്യമാവാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമോഷൻ വരെ ആവാം. അപ്പോൾ ഈ ഒരു പാതി സ്റ്റേറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ബോഡി റിലാക്സ്ഡ് ആവാതെയാണ് നിങ്ങൾ സെക്സിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ ശാരീരികമായിട്ടുള്ള കാരണങ്ങളാണെന്ന് പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് UTI അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് വരുന്നുണ്ട് എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പല രീതിയിലുള്ള മാറ്റങ്ങൾ കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രോസ്ട്രേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, പ്രോസ്ട്രേറ്റോ മെഗാലി, BPH പോലെയുള്ള രോഗങ്ങൾ, അല്ലെങ്കിൽ ചിലർക്ക് മൂത്രത്തിൽ തന്നെ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ എന്തൊക്കെയോ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും വരാം. അതേപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള ആളുകൾ, ചിലപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് വരാം. ഓക്സിറ്റോസിൻ, FSH, LH പോലുള്ള ഹോർമോണുകളിൽ മാറ്റങ്ങൾ വരികയാണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേപോലെ മറ്റൊരു പ്രശ്നമാണ് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള പെന്നിസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ലിംഗത്തിന് ഭയങ്കര സെൻസിറ്റിവിറ്റി കൂടുതലായിട്ട് ഫീൽ ചെയ്യുക. അതായത് ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് എത്ര ടൈം വേണമെങ്കിലും കിട്ടും. പക്ഷേ
ദ മൊമെൻറ്റ് ഞാനൊന്ന് ബന്ധപ്പെടണം എന്ന് വിചാരിച്ച് അകത്ത് പ്രവേശിക്കുന്ന മൊമെൻറ്റിൽ തന്നെ പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. ചില പ്രവേശിച്ച് ഉടനെ പോകും. എനിക്കൊന്ന് തിരിച്ച് വലിക്കാൻ പോലും ടൈം കിട്ടുന്നതിൻ്റെ മുന്നേ അധികം അത് പോവാറുണ്ട്. അല്ലെങ്കിൽ ഒരു 2 3 സ്ട്രോക്ക് കഴിയുമ്പോഴേക്കും ഞാൻ അല്ലാത്ത പക്ഷം ഞാൻ മാസ്റ്റുർബേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം കിട്ടുന്ന എനിക്കും ഇവിടെ ടൈം കിട്ടുന്നില്ല എന്നുള്ള ഒരവസ്ഥ. കാരണം ഈ ഒരു വെജൈന അല്ലെങ്കിൽ ഈ ഒരു യോനിക്കകത്തുള്ള അതിൻ്റെ ചൂടും അതിൻ്റെ ആ ഒരു സെൻസേഷൻസിനോടുള്ള ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റിവിറ്റി കൂടുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമില്ല. കുറേ മരുന്ന് വെറുതെ കഴിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല അതിൽ. അപ്പം ഇങ്ങനെ ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് നോക്കി ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഉള്ളൊരു പ്രശ്നമാണ് ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണക്കുറവുണ്ട്. ഇപ്പോൾ ചില ആളുകളിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവർക്ക് ഉദാഹരണം തുടക്കത്തിലുണ്ടാവും, ഇടയ്ക്ക് വെച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പേടി കാരണം ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഉദാഹരണം നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ആ നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നേ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇജാക്കുലേറ്റ് ചെയ്താൽ മതി, എങ്ങനെയെങ്കിലും ശുക്ലം പുറത്ത് വന്നാൽ മതി എന്നുള്ള ഒരു അമിതമായിട്ടുള്ളൊരു ആഗ്രഹം ഉള്ളിൽ വെക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ അതിനനുസരിച്ച് സ്പീഡ് കൂട്ടാനും ഈ ഒരു അവസ്ഥയിലേക്ക്, അതായത് പെട്ടെന്ന് രതിമൂർച്ചയിലേക്ക് എത്താനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബോഡിയിലൊരു പ്രോസസ്സിങ് നടക്കും. എൻ്റെ ശരീരത്തിന് പെട്ടെന്ന് പോകുന്നതാണ് താല്പര്യം, അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു പാത്വേ ഉണ്ടാവുകയും നിങ്ങളുടെ ശരീരം ഇത് എങ്ങനെ ഇനിയിപ്പോൾ ഈ ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നം മാറിക്കഴിഞ്ഞാലും ഇതേ അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് പിന്നെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മാസ്റ്റുർബേഷൻ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരാളിൽ സംഭവിക്കുന്നത്. അതായത് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ ബോഡി യൂസ് ചെയ്ത് നിങ്ങളുടെ റിതം, നിങ്ങളുടെ വിഗർ, ഇതൊക്കെ ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈ കൊണ്ട് ഉണ്ടാകുന്ന ഗ്രിപ്പ് ആയിരിക്കില്ല നിങ്ങൾ പാർട്ട്ണറിൻ്റെ അടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ആ സ്പീഡിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ രതിമൂർച്ചയിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്നാണ് ഓരോ തവണയും പെട്ടെന്ന് ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ പറയും, മാസ്റ്റുർബേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് എനിക്ക് നല്ല ടൈം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് തീരെ ടൈം ഇല്ലാണ്ട് ആകുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയാറുള്ളത്. അപ്പോൾ അതിൽ പറയാനുള്ള ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് മാസ്റ്റുർബേഷൻ നിർത്തി എന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് റെഡി ആവില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ എക്സസൈസും മെഡിസിനും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിനെ ഒരു പഴയ സ്റ്റേറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കേസിലും മെഡിസിൻ എടുക്കണം എന്നുള്ളത് ഒരിക്കലും നിർബന്ധമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിലൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്തുള്ള സ്റ്റൈലുകൾ മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ഒന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം പ്രവേശിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രവേശിച്ചൊരു ഒരു 10 സ്ട്രോക്ക് മാക്സിമം എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് ഇത് ശുക്ലം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം, അത് സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ സെൻസ് ചെയ്യാൻ പറ്റുന്ന നിമിഷം നിങ്ങൾ പുറത്തേക്ക് വലിക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, അതായത് ഒന്ന് ശ്വാസം വലിച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക. ഈ ശ്വാസം വലിച്ച് റിലാക്സ് ചെയ്ത് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ പാടത്തിന് വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. ചില ആളുകൾ പറയാറുണ്ട്, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉദാഹരണം നഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അതായത് ഇപ്പോൾ അതോടുകൂടെ പിന്നെ ഉള്ളതും ഇല്ലാത്ത അവസ്ഥയായി. അതായത് ഇപ്പോൾ ഉദാഹരണവും നഷ്ടപ്പെട്ടു, മറ്റേത് ശുക്ലെങ്കിലും പുറത്തിയാടുമായിരുന്നു, ഇപ്പോൾ ശുക്ലവും പുറത്തിയാടിയിരുത്തില്ല, അതുകൊണ്ട് അതിൻ്റെതായ അസ്വസ്ഥതകൾ ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട് എന്ന് പറയാറുണ്ട്. അത്തരം ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് അവിടെ ഉദാഹരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നും കൂടിയാണ് നിങ്ങളുടെ ബോഡി അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പം ഇത് പുറത്തേക്ക് വലിക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, റീഇൻസേർട്ട് ചെയ്യുക. അപ്പം ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡീനെ നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണ്, ഒന്നും കൂടെ സ്ലോവറായിട്ട്, ഒന്നും കൂടെ റിതമിക് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാൻ. അപ്പം ചില ആളുകൾക്കുണ്ട് ഒരു ഹൈപ്പർ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് ഫുൾ ഒരേ സ്പീഡിൽ, അതായത് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് തന്നെ ഭയങ്കര സ്പീഡിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശുക്ലം പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് ഉണ്ട്. നേരെ മറിച്ച് നിങ്ങൾ കുറച്ച് റിതമിക്കായിട്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിൽഡപ്പ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് വിഡ്രോ ചെയ്ത് വീണ്ടും സ്പീഡ് കൂട്ടി പതിയെ കൂട്ട്, വീണ്ടും വിഡ്രോ ചെയ്യുക. ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾക്കും നിങ്ങളുടെ പ്ലഷർ കൂട്ടാം, നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലഷർഫുൾ ആക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇനി നിങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടും നിങ്ങൾക്കൊരു ഹോൾഡ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്നുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ അറ്റം ഒന്ന് മുറുക്കെ പിടിക്കുക, ഒന്ന് സ്ക്വീസ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ലിംഗത്തിൻ്റെ അറ്റം ഒന്ന് സ്ക്വീസ് ചെയ്ത് വീണ്ടും നിങ്ങളൊരു 30 സെക്കൻഡ്സ് കഴിയുന്നതോട് കൂടെ വീണ്ടും എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് 2 മെത്തേഡ്, അതായത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മെത്തേഡും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പ്ലസ് സ്ക്വീസ് മെത്തേഡ് എന്ന് പറയും. അതേപോലെ പറയാറുണ്ട്, നിങ്ങൾ ആ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ. അതായത് ഇപ്പം നിങ്ങൾ എന്താണ് കഴിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സെക്സ് ചെയ്യാണ് എന്നുള്ള ആ ഒരു മൈൻഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. അതായത് ആ ഒരു ഹൈപ്പറായിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൽ നിന്ന് ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് അത്തരം രീതിയിൽ പറയാറുള്ളത്. അതൊരു 10% ആളുകൾക്ക് അത് സാധിക്കാറുള്ളൂ. കാരണം ഇവിടെ ശ്രദ്ധിക്കാനും മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് കുറച്ചും കൂടി ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ സെക്സ് പൊസിഷൻസ് മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ പുറത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉദാഹരണം നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അത്തരം രീതിയിൽ പ്രശ്നമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്സ് പൊസിഷൻസ് മാറ്റാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇതിൽ മറ്റൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പം സ്ത്രീകളിൽ കിടന്നുകൊണ്ടാണ് നിങ്ങൾ ഓൺ ടോപ്പ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് റിലീസ് ആവാനുള്ള, അതായത് നിങ്ങളുടെ കയ്യിലാണ് കൺട്രോൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിലീസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നേരെ മറിച്ച് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സ്ത്രീകളാണ് ഓൺ ടോപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആ ഒരു കൺട്രോൾ, അത് ഇതിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഹൈപ്പർ എക്സൈറ്റഡ് ആവുന്നതും അതേപോലെ പെട്ടെന്ന് പോകുന്നതും കുറച്ചും കൂടി ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇതിൽ എക്സസൈസ് ആണ്. ഇപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും എനിക്കൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾ എക്സസൈസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ആ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. അതായത് പെൽവിക് ഫ്ലോർ മസിൽ എക്സസൈസ് എന്നൊക്കെ പറയാം. ഞാനതിന് PCC മസിൽ എക്സസൈസ് എന്നാണ് പറയാറുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന ടൈമിൽ മൂത്രം ഒഴിക്കണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങളിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക എന്നുള്ളൊരു ധാരണയായിരിക്കും അല്ലേ. അപ്പോൾ മൂത്രം ഒഴിക്കുന്ന ടൈമിൽ മനസ്സുകൊണ്ട് നിങ്ങൾ മൂത്രം ഒഴിക്കുന്നില്ല എന്ന് മനസ്സിൽ വെക്കാം. അപ്പം നിങ്ങൾ എന്താണ്, ഇപ്പോൾ വയറുള്ളിലേക്ക് വലിച്ചു പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങളൊരു മസിലിനെ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് അതിൻ്റെ കൂടെ നിങ്ങൾ ശ്വാസം ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന ടൈമിൽ മൂത്രം ഒഴിക്കണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മസിലിനെ നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളെ ബ്രീത്തിനെ, നിങ്ങളുടെ ശ്വാസത്തിനെ ഒന്ന് പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ല എക്സസൈസ്, ഇത് നിങ്ങൾ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് റൂമിൽ വന്ന് കിടന്നുകൊണ്ടാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണ്, നിങ്ങൾ ആ ഒരു മസിലിനെ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചല്ലോ, മൂത്രം ഒഴിക്കേണ്ടെന്ന് വിചാരിച്ചപ്പം നിങ്ങൾ ഉള്ളിലേക്ക് പിടിച്ചു വെച്ച മസിൽ ഏതാണ് എന്നുള്ളത് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാത്റൂമിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ബെഡ്റൂമിൽ വന്ന് കിടന്നുകൊണ്ട് നിങ്ങൾ ആ ഒരു മസിലിനെ വലിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ബട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇത് വലിച്ചു പിടിക്കുക, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, വീണ്ടും വലിച്ചു പിടിക്കുക, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളൊരു 30 തവണ, അതായത് 10 10 10 3 സെറ്റായിട്ട് ഈ ഓരോ സെറ്റിൻ്റെ ഇടയിലും കുറച്ച് ടൈം ബ്രേക്ക് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇത്തരം രീതിയിൽ നിങ്ങളൊരു 30 തവണ ഡെയിലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. ഇത് 3 സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് 30 തവണ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അതൊരു 5 സെക്കൻഡ് ആക്കി മാറ്റുക, 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ്, അങ്ങനെ സമയം കൂട്ടി കൊണ്ടുവരാം. ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ജിമ്മിൽ പോകുന്ന പോലെ തന്നെയാണ്. ഒട്ടും എക്സസൈസ് ചെയ്യാണ്ട് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ. അപ്പോൾ ഇതെന്തൊരു സിമ്പിളാണ്, ഇത് എന്നെക്കൊണ്ട് എത്ര സമയം വേണമെങ്കിലും ചെയ്യാലോ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ നിങ്ങളുടെ സമയം കൂട്ടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ 30 തവണ എന്നുള്ളത് ഓവറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം ഒരുപക്ഷെ മൂത്രമൊഴിക്കാൻ പോലും നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സമയം എടുത്ത്, ആഴ്ചകൾ എടുത്ത് വേണം ഇതിൻ്റെ ടൈമും അതേപോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ. അപ്പം ഇത്തരം രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൂത്രം കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശുക്ലത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ ഇതിൽ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇപ്പം നല്ല ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള പെനിസ് ഉള്ള ആളുകളാണ് അല്ലെങ്കിൽ ലിംഗമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോണ്ടംസ് യൂസ് ചെയ്യാം. അതായത് ചില കേസുകളിൽ കോണ്ടംസ് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടൈം കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ, അതായത് നിങ്ങൾക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റി കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ. അതേപോലെ ചില കേസുകളിൽ കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് ആൻസൈറ്റി ഒക്കെ ഉള്ള ആളുകളിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരാറുണ്ട്.
എല്ലാ കേസിലും കൗൺസിലിംഗ് കൊണ്ട് കംപ്ലീറ്റ് മാറാൻ പോകുന്നില്ല, പക്ഷെ ചില കേസുകളിൽ കൗൺസിലിംഗ് വളരെ അത്യാവശ്യമായിട്ട് വരാറുണ്ട്. അതേപോലെ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മാറ്റമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റയ്ക്കിരുന്ന് അനുഭവിക്കേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കേസ് എടുത്തിട്ടായിരിക്കും നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു മരുന്ന് തരുന്നുണ്ടാവാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ.